ഹായ്. ഇലക്ഷൻ റിസൾട്ടുകളെല്ലാം പുറത്തു വന്നല്ലോ. വളരെ സന്തോഷമുള്ള, വളരെ അടുപ്പമുള്ള കുറേ പേർ ഈ ഇലക്ഷനിൽ മത്സരിക്കുകയും വലിയ മിന്നുന്ന വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നോടൊപ്പം KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന, KSU കാലഘട്ടത്തിൽ കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞിരുന്ന ധാരാളം പേർ വിജയിച്ചു വന്നിരിക്കുന്നു വലിയ ഭൂരിപക്ഷത്തിൽ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ PC വിഷ്ണുനാഥ് ഇത്തവണയും മിന്നുന്ന വിജയം നേടിയിരിക്കുന്നു. എന്നോടൊപ്പം ഭാരവാഹിയായിരുന്ന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന M ലിജു ഇതേപോലെ തന്നെ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. ലിജുവിനോടൊപ്പം തന്നെ മാത്യു കൊഴനാട് ഞങ്ങളുടെ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മാത്യു കൊഴനാടിനും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നിന്ന് DCC അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന, വളരെ വീറും വാശിയും ഉള്ള, വളരെ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് ഷിയാസ് ഇത്തവണ സ്ഥാനാർത്ഥിയാവുകയും വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മനോജ് മൂത്തേടൻ വലിയ വിജയം കൈവരിച്ച് ഇത്തവണ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വന്നിരിക്കുകയാണ്. സനീഷ് കുമാർ ജോസഫ് എന്ന സനീഷ് കുമാർ ഞങ്ങളുടെ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. കഴിഞ്ഞ തവണയും MLA ആയിരുന്നു. മുമ്പ് MLA ആയി പ്രവർത്തിച്ചിരുന്ന, എന്നാൽ കയ്യിൽ നിന്ന് വഴുതിപ്പോയ തൃത്താല തിരിച്ചു പിടിച്ചുകൊണ്ട് VT ബൽറാം വീണ്ടും നിയമസഭയിലേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ KSU കാലഘട്ടത്തിൽ KSU പ്രവർത്തനം തുടങ്ങിയവരാണ് VS ജോയിയും രമ്യ ഹരിദാസും വിദ്യാ ബാലകൃഷ്ണനും ഒക്കെ. അങ്ങനെ KSUവിൻ്റെ പഴയ മുഖം, KSUവിലെ പഴയ ആ ടീം ഇപ്പോൾ നിയമസഭയിലെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നീല പതാക പിടിച്ച കൈകൾ ഇനി ത്രിവർണ പതാകയുമായി നമ്മുടെ നിയമസഭയിൽ നമുക്ക് വേണ്ടി ശബ്ദമായി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കട്ടെ. താങ്ക്